ഹലോ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ളതിലെ എക്സ്പെൻസ് ഓൺ പ്രോസ്പെക്ടിങ് എക്സ്ട്രാക്ഷൻ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് മിനറൽസ് എന്നുള്ള ടോപ്പിക്ക് വരെയാണ്. അതായത് ഡിഡക്ഷൻസ് എക്സ്പ്രസ്ലി അലൗഡ് സെക്ഷൻ 30 to 37 വരെയുള്ള ഏതൊക്കെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് അലൗ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിലെ ലാസ്റ്റ് ടോപ്പിക്ക് വരെയാണ് നമ്മൾ നോക്കിയത്. നെക്സ്റ്റ് ഇനി പറയുന്നുണ്ട് അതർ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 36. സെക്ഷൻ 36 അനുസരിച്ച് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിൽ നമുക്ക് ചാർജ് ചെയ്യാവുന്ന വേറുള്ള ഡിഡക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് കുറേ എക്സ്പെൻസുകൾ തരും. ഈ എക്സ്പെൻസുകളെല്ലാം നമുക്ക് അലവബിൾ ആണോ അല്ലയോ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമുക്ക് സാധാരണ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഐറ്റംസ്, അതായത് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക എന്തൊക്കെയാണ് എക്സ്പെൻസ് ആണ്, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക എന്തൊക്കെയാണ് ഇൻകംസ് ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എക്സ്പെൻസുകളൊക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണോ, അതായത് ഡിഡക്ഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് ഡിഡക്ഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ല അത് ഡിഡക്ഷൻ കൊടുക്കാൻ പാടില്ലാത്തതാണെങ്കിൽ തിരിച്ചെടുത്തിട്ട് പ്രോഫിറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ആ കാര്യം നമ്മളവിടെ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡിഡക്ഷൻ അലൗ ചെയ്യാൻ പറ്റുന്നതാണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കുറച്ച് ഐറ്റംസ് നമ്മൾ നോക്കി, ഒരു 18 ഐറ്റംസ് നമ്മൾ നോക്കി. ലാസ്റ്റ് സെക്ഷൻ 35E അതിൽ തന്നെ ഞാൻ പറഞ്ഞു, പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നത്, റവന്യൂ എക്സ്പെൻഡിച്ചറും എന്തിന് വരുന്നത്, സയൻറ്റിഫിക് റിസർച്ചിന് വരുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കേസൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ നമ്മൾ നോക്കി സെക്ഷൻ 30 to 37 വരെ ഉള്ളത്. അതിൻ്റെ പുറമെ ഇനി 36-ൽ സെക്ഷൻ 30 to 37 വരെയാണ് ഡിഡക്ഷൻസ് വരുന്നത്. അതിൽ സെക്ഷൻ 36-ൽ 35E വരെ നമ്മൾ പറഞ്ഞു. 36-ൽ അതർ ഡിഡക്ഷൻസ് ഇതൊക്കെ അല്ലാതെ, അതായത് നമ്മൾ ആ 18 എണ്ണം അല്ലാതെ ഇനി എന്തൊക്കെ നമുക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാം എന്നുള്ളത് പറയുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇൻഷുറൻസ് പ്രീമിയം. ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ റിസ്ക്, ദറ്റ് ഈസ് പ്രീമിയം പെയ്ഡ് ഫോർ റിസ്ക് ഓർ ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് ഓർ സ്റ്റോർ ഓർ അതർ ഇൻവെൻട്രീസ് യൂസ്ഡ് ഫോർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ വിൽ ബി ഡിഡക്റ്റബിൾ. നമ്മൾ സാധാരണ നമ്മളുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ സ്റ്റോക്കോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാന്റ് മെഷീനറീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡാമേജോ റിസ്ക്കോ വരുമെന്ന് കരുതിയിട്ട് നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അലവബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ആണ്, ഒരു സംശയം വേണ്ട. നോർമലി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസ് എന്ന് കണ്ടാൽ എന്താ നമ്മൾ വിചാരിക്കുക? നമുക്കറിയാം അത് ബിസിനസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് അല്ല ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് എന്ത് എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അത് നോർമലി നമ്മൾ കൊടുത്തേ വെക്കൂ, ഇൻഷുറൻസ് നമ്മൾ കൊടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഡക്ഷൻ അലൗ ചെയ്യാവുന്നതാണ്, അതായത് തിരിച്ച് പ്രോഫിറ്റിൻ്റെ കൂടെ എടുത്ത് ആഡ് ചെയ്യണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. ഇൻഷുറൻസ് ഒരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ് എന്നാണ് പറയുന്നത്. അടുത്തത് സ്റ്റോക്ക് പറയുന്നുണ്ട്. ദിസ് ക്യാൻ ബി ക്ലെയിംഡ് ആസ് എ ഡിഡക്ഷൻ ഫോർ ബിസിനസ് for whom stock in trade is of high value and the risk related to stock is high. എക്സാമ്പിൾ ട്രേഡേഴ്സ്, ജുവലേഴ്സ് എക്സെട്ര. അപ്പോൾ ഇൻഷുറൻസ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് സ്റ്റോക്കിനാണ്. കാരണം സ്റ്റോക്കുകൾക്ക്, സ്റ്റോക്ക് ഇൻ ട്രേഡിന് ഹൈ വാല്യൂ ആയിരിക്കും, അതേപോലെ തന്നെ റിസ്ക്കും എന്താണ് ഹൈ ആണ്. കാരണം കത്തി നശിക്കാനുള്ള സാധ്യത, കള്ളന്മാർ കൊണ്ടുപോകാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെ ഒരുപാട് റിസ്ക്കും എന്തിൽ വരുന്നുണ്ട്, സ്റ്റോക്കിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഷുർ ചെയ്യുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ലൈഫ് ഓഫ് കാറ്റിൽ വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഈ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ, മിൽമ സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ അവിടെ ഉണ്ടാവും ഒരുപാട് പശുക്കളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാറ്റിൽസിന് ചത്തുപോയി കഴിഞ്ഞാൽ എന്താണ്, നോർമലി ബിസിനസ്സിന് ലോസ് സംഭവിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, കാറ്റിൽസിനെ പിന്നെ നമ്മൾ ഇൻഷുർ ചെയ്യും. ഓക്കെ, കാറ്റിൽസിന് ഇൻഷുർ ചെയ്യും. അതിനെയാണ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് ലൈഫ് ഓഫ് കാറ്റിൽ എന്ന് പറയുന്നത്, കാറ്റിലിനുള്ള ഇൻഷുറൻസ് പ്രീമിയം. അടുത്തത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഫോർ എംപ്ലോയീസ്. എംപ്ലോയീസിന് കൊടുക്കുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം. എംപ്ലോയീസിന്, അതായത് ലേബർ ഫോംസ് എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് ബിസിനസ് ആൻഡ് മെനി എംപ്ലോയീസ് ടേക്ക് ആൻഡ് ഇൻഷുറൻസ് ഓൺ ദ ഹെൽത്ത് ഓഫ് ദെയർ എംപ്ലോയീസ്. ഇൻഷുറൻസ്, അതായത് പല ബിസിനസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിൻ്റെ ഇൻഷുറൻസിന്, എംപ്ലോയീസിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. ദിസ് ഇസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ഇൻ എനി മോഡ് അതർ ദാൻ ക്യാഷ്. ക്യാഷ് അല്ലാതെ വേറെ ഏത് മോഡിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെത് നമ്മൾ പിന്നെ ഡിഡക്ഷനായിട്ട് നമുക്ക് അലൗ ചെയ്യാവുന്നതാണ്. കാരണം ഇത് എന്ത് ചെയ്താൽ മതി, നമുക്ക് പേയ്മെൻറ്റ് നടത്തുന്നത് ക്യാഷ് മോഡിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു മോഡിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ മതി, നമുക്ക് എന്താണ് ഇത് ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാവുന്നതാണ്.
The premium paid can be claimed as a deduction if it is paid in general insurance company or other insurer approved by Insurance Regulatory Development Authority. IRDA പറയുന്ന ഏത് ഓർഗനൈസേഷനിക്കായാലും അതിനിപ്പോൾ ജനറൽ ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ആയിക്കൊള്ളട്ടെ, ലൈഫ് ഇൻഷുറൻസ് ഓർഗനൈസേഷൻ ആയിക്കൊള്ളട്ടെ, IRDAയുടെ അംഗീകാരത്തിലുള്ള ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ അംഗീകാരത്തിലുള്ള ഏത് ഓർഗനൈസേഷനിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യാം. അതും നമുക്ക് എന്താണ്, ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അടുത്തത് ബോണസ് കമ്മീഷൻ പെയ്ഡ് ടു എംപ്ലോയീസിന് വേണ്ടിയിട്ട് ബോണസോ കമ്മീഷനോ പേ ചെയ്യുക. This sum is allowed as a deduction if it would not have been paid as dividend or profit. ഇത് ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാം, പക്ഷെ ഒരിക്കലും എങ്ങനെയാവരുത്, ഡിവിഡൻഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിട്ടോ പേയ്മെൻറ്റ് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലവബിൾ അല്ല. അതല്ലാതെ ബോണസ് ആയിട്ടോ കമ്മീഷനായിട്ടോ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. ദിസ് ബോണസ് നീഡ് നോട്ട് ബി within the statutory limit specified under Payment of Bonus Act. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്, സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ടിൻ്റെ അണ്ടറിലാണ് ഈ എമൗണ്ട് വരുന്നത്. ഇറ്റ് ഈസ് സഫിഷ്യൻറ്റ് ഇഫ് ഇറ്റ് പെയ്ഡ് വിത്തിൻ ദ ടൈം ലിമിറ്റ്. നമ്മൾ പറയുന്ന ഒരു സമയമുണ്ട്, ആ സമയത്തിനുള്ളിൽ പേ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഇൻസെൻറ്റീവ് പെയ്ഡ് ടു എംപ്ലോയീസ് ആർ നോട്ട് കവേർഡ് ഇൻ ദിസ് സെക്ഷൻ. ഇൻസെൻറ്റീവ്സ് കൊടുക്കുക, ഓക്കെ, അലവൻസുകൾ, ഇൻസെൻറ്റീവ് ഒന്നും ഏതിൻ്റെ അണ്ടറിൽ വരുന്നതല്ല, ബോണസ് ഓർ കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്നതല്ല. ഹൗവർ സിൻസ് ഇറ്റ് ഈസ് used for the purpose of business or profession, it can be claimed under general deduction under section 37. ഇത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ ഹെഡിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ജനറൽ ഡിഡക്ഷൻ ആയിട്ട് നമുക്ക് അലൗ ചെയ്യാവുന്നതാണ് അണ്ടർ സെക്ഷൻ 37 അനുസരിച്ചും. സോ ബോണസ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ടു എംപ്ലോയീസിന് പേ ചെയ്യുന്ന അല്ലെങ്കിൽ എംപ്ലോയീസിന് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ബോണസോ കമ്മീഷനോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അത് കാണിച്ചോട്ടെ, കുഴപ്പമില്ല, ദറ്റ് ഇസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് മണി ബോറോഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഡക്ഷൻ ഈസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. ഓക്കെ, അക്വസിഷൻ ഓഫ് അസറ്റിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വിൽ നോട്ട് ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. ഓക്കെ, ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോണായിട്ട് എവിടെന്നെങ്കിലും കാശ് കടം വാങ്ങിച്ചത് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ മീൻസ് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിൽ അതെന്താണ്, ബോറോഡ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇസ് എ ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. ഓക്കെ, അതാണ് ആ പോയിന്റ് പറയുന്നത്. ടെക്സ്റ്റിൽ പറയുന്ന പോയിന്റിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്, ഇൻട്രസ്റ്റ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് മണി ബോറോഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ഇസ് ഡിഡക്റ്റബിൾ. ബിസിനസ് ഓർ പ്രൊഫഷന് വേണ്ടിയിട്ട് എമൗണ്ട് ബോറോ ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഈസ് ഡിഡക്റ്റബിൾ. ഇഫ് ദ ഇൻട്രസ്റ്റ് ഇസ് ബോറോഡ് ഫോർ ദ അക്വസിഷൻ ഓഫ് അസറ്റ് വിൽ നോട്ട് ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. നേരെ മറിച്ച് അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ബോറോ ചെയ്തതെങ്കിൽ ദറ്റ് വിൽ നോട്ട് ബി അലൗഡ് ആസ് എ deduction. Okay, that is interest on borrowed capital. Next, employer's contribution to recognized provident fund or superannuation fund. Contribution to recognized provident fund or approved superannuation fund is allowed as a deduction. Okay, ഇതൊരു ഡിഡക്ഷൻ ആയിട്ട് അലൗ ചെയ്യാം. ഇറ്റ് ഇസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഓൺ പേയ്മെൻറ്റ് ബേസിസ്, ദറ്റ് ഈസ് ഓൺലി ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ആക്ച്വലി പെയ്ഡ്. ഏത് വർഷമാണോ നമ്മൾ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കും സൂപ്പറാനുവേഷൻ ഫണ്ടിലേക്കും വരുന്നത്, ആ വർഷം നമുക്ക് എന്തായിട്ട് കാണിക്കാം, ഇത് ഡിഡക്ഷനായിട്ട് കാണിക്കാം. ദിസ് ഡിഡക്ഷൻ ഇസ് നോട്ട് ഓൺ ആൻ അക്രൂവൽ ബേസിസ് ആൻഡ് ഈസ് ഓൺ പേയ്മെൻറ്റ് ബേസിസ്. ഇതൊരിക്കലും അക്രൂവൽ ബേസിസിലല്ല, പകരം ഏത് ബേസിസിലാണ് നമ്മൾ നടത്തുന്നത്, പേയ്മെൻറ്റ് ബേസിസിലാണ്. എന്നാണോ നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് ആ പേയ്മെൻറ്റ് ബേസിസിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇത് ഡിഡക്ഷനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർ സൂപ്പർ അന്വേഷൻ ഫണ്ട് എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, അതെന്താണ്, അലവബിൾ ആയിട്ടുള്ള ഒരു ഡിഡക്ഷനാണ്. അടുത്തത് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്തിലേക്ക്, പെൻഷൻ ഫണ്ടിലേക്ക്. സ്പെസിഫൈഡ് അണ്ടർ സെക്ഷൻ 80C(CD) ഓൺ ബിഹാഫ് ഓഫ് ഹിസ് എംപ്ലോയി. അവരുടെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ, അതായത് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓണർ എന്തെങ്കിലും എമൗണ്ട് അവരുടെ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, എംപ്ലോയിയുടെ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദറ്റ് ഇസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. This amount shall be available as a deduction to the extent of 10% of salary of the employee. പക്ഷേ എത്ര മാത്രമേ കിട്ടുള്ളൂ, എംപ്ലോയിയുടെ സാലറിയുടെ 10% മാത്രമേ പെൻഷൻ ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. എംപ്ലോയർ എന്ന്
പറഞ്ഞാൽ ആരാണ്? ജോലി കൊടുക്കുന്ന ആളെയാണ് എംപ്ലോയർ എന്ന് പറയുക. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ജോലിക്കാരനാണ്. അപ്പോൾ എംപ്ലോയിയുടെ സാലറിയുടെ 10% മാത്രമേ എന്തിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ? പെൻഷൻ ഫണ്ടിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ ഏതും കൂടി ഉൾപ്പെടണം. സാലറി ഇൻക്ലൂഡ്സ് ഡിയർനെസ് അലവൻസ് ബട്ട് എക്സ്ക്ലൂഡ്സ് അതർ പെർക്യൂസിറ്റ് ആൻഡ് അലവൻസ്. വേറെയുള്ള പെർക്യൂസിറ്റുകളും അലവൻസ് ഒന്നും എടുക്കാൻ പാടില്ല. സാലറി എടുക്കുമ്പോൾ സാലറിയുടെ കൂടെ ഡിയർനെസ് അലവൻസ് മാത്രം എടുക്കാം. ഓക്കെ, ഇത് നമ്മൾ സാലറിയിൽ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 80CCD. ഇനി നമുക്ക് 80 ഫാമിലി ഡിഡക്ഷൻസ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു കാര്യമാണ് 80CCD. പക്ഷേ നമ്മൾ ഇത്ര മാത്രം ഇവിടെ ഓർത്ത് വയ്ക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തു പെൻഷൻ ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് കാണുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, ദാറ്റ് ഇസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. കാരണം അത് നമുക്ക് അവിടെ കടന്നോട്ടെ, ഒരു കുഴപ്പമില്ല, കൊടുത്തോട്ടെ. അത് കുറച്ച് ശേഷം മാത്രം മതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ പ്രോഫിറ്റ് കാണല്. കാരണം ദാറ്റ് ഇസ് ആൻ അലവബിൾ ഡിഡക്ഷൻ. എംപ്ലോയിക്ക് വേണ്ടിയിട്ട് എംപ്ലോയർ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമല്ലല്ലോ. പക്ഷേ എത്ര മാത്രമേ പാടുള്ളൂ? എംപ്ലോയിയുടെ സാലറിയുടെ 10% മാത്രമേ കോൺട്രിബ്യൂഷൻ പാടുള്ളൂ. അടുത്തത് എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട്. ഗ്രാറ്റുവിറ്റി ഫണ്ടിലേക്ക് കൺട്രിബ്യൂട്ട് ചെയ്യുക. സംസ് പെയ്ഡ് ടു എൻ അസസി ടു ആസ് എൻ എംപ്ലോയർ ബൈ വേ ഓഫ് കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് ഗ്രാറ്റുവിറ്റി ഫണ്ട് ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അതും എന്താണ്? അത്രമാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ദിസ് വൺ ഈസ് ഓൾസോ അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ലോസ് ഓഫ് അനിമൽസ് നഷ്ടം വരികയാണെങ്കിൽ അതും ഡിഡക്ഷനാണ്. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പോൾ മിൽക്ക് സൊസൈറ്റി, മിൽമ സൊസൈറ്റി, കാറ്റിൽ ഫീൽഡിൻ്റെ സൊസൈറ്റി ഒക്കെ ആണെങ്കിൽ അത് അവിടെ പശുക്കൾ ചത്തുപോയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അതെന്താണ്? നഷ്ടമാണ്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. പക്ഷേ ആ നഷ്ടം നമുക്ക് എന്ത് പറഞ്ഞ് കാണിക്കാം? ലോസ് ഓഫ് അനിമൽസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം. അടുത്തത് ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ്. ബാഡ് ഡെപ്റ്റ് റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? Bad debt as a part of written off as irrecoverable in the books of accounts of the assessee will be allowed as a deduction. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. നമ്മൾ കടത്തിന് സാധനം കൊടുത്തു, പക്ഷേ അത് കിട്ടിയിട്ടില്ല, കടം കൊടുത്തവർ തന്നിട്ടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു സംശയം വേണ്ട, അത് ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാം. ഒരു സംശയമില്ല. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. ബാഡ് ഡെപ്റ്റ് നമ്മൾ ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ടത് കാണിച്ചോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്? അലൗഡ് ആസ് എ ഡിഡക്ഷൻ. പ്രൊവിഷൻ ക്രിയേറ്റഡ് ഫോർ ദ സെയിം. ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് മെയ്ഡ് ബൈ എ ബാങ്ക് എക്സ്ക്ലൂഡിംഗ് ഫോറിൻ ബാങ്ക് ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 8.5% ഓഫ് ദ ടോട്ടൽ ഇൻകം ബിഫോർ മേക്കിംഗ് ദ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C to 80U ആൻഡ് 10% അഗ്രിഗേറ്റ് ആവറേജ് അഡ്വാൻസ് മെയ്ഡ് ബൈ ദ റൂറൽ ബ്രാഞ്ചസ് ഓഫ് ദീസ് ബാങ്ക്. ബാങ്കുകൾക്ക് മാത്രം, ബാക്കിയുള്ള ബിസിനസ് ഫേമുകൾക്കൊന്നും അലവബിൾ അല്ല. ബാങ്കുകൾക്ക് മാത്രം എത്ര നീക്കി വയ്ക്കാം? ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് വരുമെന്ന് കരുതിയിട്ട് 8.5%, അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 8% എന്തിലേക്ക് നീക്കി വയ്ക്കാം? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്ക് നീക്കി വയ്ക്കാം. ഓൺലി ബാങ്ക്. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ആ പോയിന്റ് ശരിക്കും അവിടെ അണ്ടർലൈൻ ചെയ്തിടുക. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് മെയ്ഡ് ബൈ എ ബാങ്ക് എക്സ്ക്ലൂഡിങ് ഫോറിൻ ബാങ്ക്. ഫോറിൻ ബാങ്കുകൾക്ക് പാടില്ല. ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അപ്പോൾ ആർക്ക് മാത്രമേ പാടുള്ളൂ? ഫോറിൻ ബാങ്ക് അല്ലാത്ത ബാങ്കുകൾക്ക് മാത്രം അവരുടെ ബാഡ് ഡെപ്റ്റിൻ്റെ 8%, ബാഡ് ഡെപ്റ്റ് വരുമെന്ന് കരുതിയിട്ട് അവരുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 8% എന്തിലേക്ക് നീക്കി വയ്ക്കാം? പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റിലേക്ക് നീക്കി വയ്ക്കാം. അടുത്തത് സ്പെഷ്യൽ റിസർവ്. That is created by certain entities being IDFC, housing finance companies, etc. And when any profit from eligible business is transferred to the reserve, it can be claimed as a deduction. Eligible ആയിട്ടുള്ള ബിസിനസ് ഓർഗനൈസേഷൻസ്, ഡെവലപ്മെൻറ്റൽ ഫിനാൻഷ്യൽ കോർപ്പറേഷൻസും ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷനൊക്കെ പോലുള്ള കമ്പനികൾക്ക് വേണമെങ്കിൽ എന്താക്കാം? അവരുടെ 1% സ്പെസിഫിക് റിസർവിലേക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ റിസർവിലേക്ക് നീക്കാം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഇറ്റ് ക്യാൻ ബി അലൗഡ് ആസ് എ ഡിഡക്ഷൻ. അടുത്തത് ഫാമിലി പ്ലാനിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കോൺട്രിബ്യൂഷൻ നടത്തുക. എക്സ്പെൻസ് ഇൻകേർഡ് ബൈ എ കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ് എമംഗ് ദ എംപ്ലോയീസ് ഈസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഇൻ ദ ഫോളോയിങ് മാനർ. പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ താഴെ പറയുന്ന രീതിയിൽ നമുക്ക് ഡിഡക്ഷൻ അലവബിൾ ആണ്. 1/5 എമൗണ്ട് ഓഫ് വിച്ച് of a capital nature is allowed in the year of deduction and the remaining over succeeding 4 years. അതായത് 1/5 നമ്മൾക്ക് ഡിഡക്ഷനായിട്ട് കാണിക്കാം. ബാക്കി 4 ഭാഗം നമുക്ക് എന്ത് ചെയ്യണം?
പിന്നീടുള്ള വർഷങ്ങളിലേക്ക് കൊടുക്കാം എന്നുള്ള രൂപത്തിലാണ് പ്രൊമോഷൻ ഓഫ് ഫാമിലി പ്ലാനിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഫാമിലി പ്ലാനിങ്ങിൻ്റെ എക്സ്പെൻഡിച്ചർ ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാം. എത്രമാത്രം? ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണോ വന്നിട്ടുള്ളത് അതിൻ്റെ 1/5 ഭാഗം മാത്രം നമുക്ക് എന്തായിട്ട് കാണിക്കാം? ഫാമിലി പ്ലാനിങ്ങിൻ്റെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ദെൻ അടുത്തത് എനി എക്സ്പെൻസ് വിച്ച് ആർ നോട്ട് ക്യാപിറ്റൽ ഇൻ നാച്ചർ. ക്യാപിറ്റൽ ഇൻ നാച്ചർ അല്ലാത്ത ഏത് എക്സ്പെൻസും ഇൻകേർഡ് ബൈ എ കോർപ്പറേഷൻസ് ഓർ ബോഡി കോർപ്പറേറ്റ് വിച്ച് ഇസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈഡ് ഇൻ എ ഗസറ്റ്. അപ്പോൾ ഏതെങ്കിലും എക്സ്പെൻസ് ക്യാപിറ്റൽ നാച്ചുറൽ അല്ലാത്തത് ഏത് വരുന്നതും ബോഡി കോർപ്പറേറ്റിനൊക്കെ വരുന്നത് നമുക്ക് അലവബിൾ ആസ് എ ഡിഡക്ഷൻ. എമൗണ്ട് ഓഫ് ബാങ്കിങ് ക്യാഷ് ട്രാൻസാക്ഷൻ ടാക്സ്. ക്യാഷ് ആയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് കൊടുക്കുന്ന ടാക്സും ഡിഡക്ഷനായിട്ട് അലൗ ചെയ്യാവുന്നതാണ്. Contribution to credit guarantee fund trust of small scale industries by a public sector public financial institution. Public financial institutions ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ടും കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് ഡിഡക്ഷൻ ആണ്. ദെൻ അതേപോലെ തന്നെ CTT STT സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സും. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് എന്തെങ്കിലും ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്യുന്നത് ഡിഡക്ഷനായിട്ട് ബിസിനസ്സിന് അലൗ ചെയ്യാവുന്നതാണ്. ദീസ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ടു ദ കോഴ്സ് ഓഫ് ബിസിനസ്. കാരണം ഷെയർ എന്ന് പറയുന്നത് നോർമലി ഒരു ബിസിനസിൻ്റെ കോഴ്സ് ഓഫ് ആക്ടിവിറ്റിയിൽ വരുന്നതാണ്, അതിലൊരു സംശയമില്ല. ദിസ് മീൻസ് ദാറ്റ് ഡീലേഴ്സ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ബിസിനസ് ഹൂ അണ്ടർടേക്ക് ട്രേഡിംഗ് ആർ എലിജിബിൾ ഫോർ ദിസ് ഡിഡക്ഷൻ. അപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻസിന് ഷെയറുമായിട്ട് എന്തെങ്കിലും ഡീലിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്, ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി വരുന്ന ടാക്സ്, ഷെയർ ട്രാൻസാക്ഷന് വേണ്ടി വരുന്ന ടാക്സ് അലവബിൾ ആസ് എ ഡിഡക്ഷൻ. അതേപോലെ തന്നെ CTT വരുന്നുണ്ട്. STT ആൻഡ് CTT ഓർത്താൽ മതി കേട്ടോ. കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് വെച്ചാൽ എന്താ? കമ്മോഡിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി ഞാനിപ്പോൾ വിദേശത്തേക്ക് സാധനങ്ങൾ അയക്കുക, അതല്ലെങ്കിൽ ഞാൻ വേറെ സംസ്ഥാനത്തിലേക്ക് സാധനങ്ങൾ അയക്കുക, അപ്പം ഞാൻ CTT കൊടുക്കണം. അപ്പോൾ ആ CTT വരുന്നുണ്ടെങ്കിൽ അതും എന്താണ്? അലവബിൾ ആസ് എ ഡിഡക്ഷൻ. കാരണം ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, കമ്മോഡിറ്റീസ് നമുക്ക് മാത്രം എടുത്തു വെക്കാനുള്ളതല്ലല്ലോ, ട്രാൻസ്ഫർ ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഉണ്ടെങ്കിൽ അതെന്താണ്? അലവബിൾ ആസ് എ ഡിഡക്ഷൻ. ദീസ് ട്രാൻസാക്ഷൻ മസ്റ്റ് ബി എൻറ്റേർഡ് ഇൻ ടു ദ കോഴ്സ് ഓഫ് ബിസിനസ്. ദിസ് ഡിഡക്ഷൻ ഈസ് ഫോർ കമ്മോഡിറ്റി ബ്രോക്കേഴ്സ് ആൻഡ് ഡീലേഴ്സ്. ഇത് ഡിഡക്ഷനായിട്ട് ആർക്കാണ് അലൗ ചെയ്യാൻ പാടുള്ളത്? കമ്മോഡിറ്റി ബ്രോക്കേഴ്സിനും ഡീലേഴ്സിനുമാണ്. അവർ കമ്മോഡിറ്റി മാത്രമാണ് അവർ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് CTT കൊടുക്കുകയാണെങ്കിൽ അതെന്താണ്? അവരെ സംബന്ധിച്ചിടത്തോളം അലൗഡ് ആസ് എ ഡിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ 16 ഐറ്റംസ് ആണ് നമുക്ക് എന്ത് വരുന്നത്? ഡിഡക്ഷൻ, അതർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 36 വരുന്നത്. ഓക്കെ, താങ്ക് യു.